പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എന്താ പറഞ്ഞത്? ഈ ആളുകൾ ഇതിനകത്ത് കയറാൻ പാടില്ല. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കുഞ്ഞിനെ പറ്റിയ അമ്മയുടെ മാനസികതയെ പറ്റിയ ഞങ്ങൾ LDF-കാരൻ്റെ വീടോ UDF-കാരൻ്റെ വീടോ ആരോ വീട് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ പാതിരാക്കിയത് പോലെ കയറി ചെല്ലൽ ശരിയാണോ? ഓക്കെ, ഇനി എല്ലാം ലേഡീസ് കോൺസ്റ്റബിൾ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്കതിനൊരു ന്യായീകരണം വെക്കായിരുന്നു. ഒരു ലേഡി പോലീസും ബാക്കിയെല്ലാം മെയിൽ പോലീസിംഗുമായിട്ട് ഈ പാതിരാക്കി അതും സ്ത്രീയും ചെറിയ 3 മാസം പ്രായമുള്ള കൊച്ചുമായിട്ട് ഇരിക്കുമ്പോൾ ദാറ്റ് ഡസൻറ്റ് ലുക്ക് റൈറ്റ്. ദാറ്റ് ഈസ് നോട്ട് റൈറ്റ്. UDF-കാരനോ ആരോ ആയിക്കോട്ടെ, LDF-കാരനോ എന്തിലായിക്കോട്ടെ, പക്ഷേ അതല്ല ഇവിടുത്തെ പോയിന്റ്. അല്ലെങ്കിൽ വന്ന ആണുങ്ങൾക്ക് അവർക്ക് പുറത്ത് നിൽക്കാം, ലേഡി പോയിട്ട് അന്വേഷിക്കട്ടെ അകത്ത്. അതിന് പോയി അകത്ത് കയറി ആവശ്യമില്ലാത്ത ഡയലോഗ്സ് അടിക്കേണ്ടൊക്കെ ആവശ്യമുണ്ടോ? അതൊക്കെ ഒരു പബ്ലിക് സർവീസ് ചെയ്യുന്ന ആളുകൾക്ക് പറ്റിയ പരിപാടിയാണോ? ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് നിങ്ങളല്ലേ ജനങ്ങളുടെ എല്ലാം കാത്തു സൂക്ഷിക്കേണ്ടത്. ജനങ്ങൾക്ക് പോലീസിങ്ങിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നത് ഇതേപോലത്തെ പ്രവർത്തനങ്ങളാണ്. ഒറ്റപ്പെട്ട് നടക്കുന്നതാണെങ്കിലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കേരള പോലീസിന്റെ അന്തസ്സത്തെ ബാധിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഉണ്ടാക്കുക. എസ് ഐ ധരിക്കുന്നത് ലോകം ഭരിക്കും അവനാ കാണിച്ചു കൊടുക്കാൻ UDF-ന്റെ പ്രവർത്തകന്മാർക്ക് അറിയാഞ്ഞിട്ടല്ല, കാണിച്ചു കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അവൻ പറഞ്ഞെന്താണെന്നറിയാം, അടിപ്പാവാടയും തപ്പെന്നാ പറഞ്ഞത്. അങ്ങനെയൊക്കെ പോലീസുകാരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നെറികെട്ടത്തരാണ്, ചെറ്റത്തരല്ലേ പറഞ്ഞത്. അതിനെതിരെ ആർക്കെതിരെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും ശക്തമായിട്ട് പ്രതികരിക്കാൻ തന്നെ വേണം. ഒരുപക്ഷെ ആ വ്യക്തി, ഇവർ തേടി വന്ന വ്യക്തി തെറ്റുകാരനായിരിക്കാം, പക്ഷേ അത് ആ സ്ത്രീകളോടല്ല കാണിക്കേണ്ടത്, സ്ത്രീകളുടെ സമയത്തല്ല കാണിക്കേണ്ടത്. അതിന് തക്കതായ പ്രോട്ടോക്കോളുണ്ട്. ഇനി എന്തൊക്കെ നിയമം പറഞ്ഞാൽ തന്നെ മാനുഷിക പരിഗണനയൊന്നുമില്ലേ? സ്ത്രീയല്ലേ, അതും കൂടി കണക്കാക്കണ്ടേ? അവർക്ക് അവരുടെ മോഡസ്റ്റി അത് കാത്തൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ലേഡി പോലീസ് ഉണ്ടാവണമെന്ന് പറയുന്നത്. ഇപ്പോൾ ലേഡി പോലീസ് ഒരാൾ മുൻനിർത്തിക്കൊണ്ട് ബാക്കി കുറേ പോലീസുകാർ ഒളി കയറി വന്ന പോലെ ആയില്ലേ? പോലീസുകാർക്ക് ചേർന്ന പ്രവൃത്തിയല്ല, മലയാളി എന്ന രീതിയിലും ഒരിക്കലും ചേർന്ന പ്രവൃത്തിയല്ല. അത് ഏത് ഗവൺമെൻറ് അണ്ടറിലായാലും ഏത് പോലീസിൻ്റെ അണ്ടറിലായാലും ജനങ്ങളുടെ സുരക്ഷയാണ് പോലീസുകാർ ഉറപ്പുവരുത്തേണ്ടത്. ജനങ്ങളിൽ നിന്നുള്ള ഇങ്ങനത്തെ പ്രതിഷേധങ്ങളല്ല.